പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഉന്നയിച്ച പല ആരോപണങ്ങൾ, അതിനുശേഷവും ഉന്നയിച്ചത് ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾ ഇതൊന്നും സർക്കാരിനെ തൊട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിത്. വെറുതെ അങ്ങ് അഴിമതി അഴിമതി എന്ന് പറഞ്ഞു പോകുക എന്നതിനപ്പുറത്ത് യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. ഈ പ്രകാശ് മാസ്റ്റർ ഈ പറയുന്ന കാര്യങ്ങൾ, പ്രകാശ് മാസ്റ്ററോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാർബോറാണ്ടത്തിന്റെ കരാർ നീട്ടി നൽകുന്നതിനെ KSEB ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. താങ്കൾക്ക് അത് ബോധ്യമുണ്ടല്ലോ. KSEB എതിർത്തിട്ടുണ്ട്. KSEBയുടെ ചെയർമാനും ചീഫ് എഞ്ചിനീയറും ഊർജ്ജ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ഈ എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവരുടെ ഈ എതിർപ്പിനെ സർക്കാർ മുഖവിലക്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഊർജ്ജ വകുപ്പ് മന്ത്രിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ കാർബോറാണ്ടത്തിൻ്റെ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി 3 പേരും കൂടി ഇരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവർ എന്തുകൊണ്ടാണ് KSEBയുടെ ചെയർമാനും ചീഫ് എഞ്ചിനീയറും കൊടുത്ത ഈ റെക്കമെൻഡേഷൻ, ഈ എതിർപ്പിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? അടുത്ത 10 വർഷത്തേക്ക് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സകല ശേഷിയുമുള്ള ഈ പ്ലാന്റിന്, ഈ പ്രൊജക്റ്റിന് ഇത് കൈമാറി കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് 140 കോടി രൂപയുടെ പ്രയോജനമാണ് വൈദ്യുതി ഉൽപ്പാദകർക്കായി കിട്ടുന്നത്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെ 140 കോടി രൂപയുടെ ഗുണം കിട്ടുന്ന, താങ്കൾ നിസ്സാരം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് KSEBയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ, ഇതൊരു ചർച്ചയ്ക്ക് വയ്ക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കാർബോറാണ്ടം എന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്. ഒരു കരാർ നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് അത് നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വീണ്ടും കത്തെഴുതുകയാണ്, വീണ്ടും നോട്ടീസ് കൊടുക്കുകയാണ്. കാർബോറാണ്ടം കമ്പനിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ രേഖകളൊക്കെ പുറത്തു വന്നതാണല്ലോ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ രേഖകളൊക്കെ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടതാണല്ലോ. അപ്പോൾ ഈ രേഖകളെയൊക്കെ മുഖവിലക്കെടുക്കാതെ എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, സാമാന്യ ബുദ്ധിയുള്ള സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അഴിമതി നടത്തുവാൻ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളതാണ്. അത്ര മാത്രമേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. തീർത്തും സാങ്കേതികമായ കാര്യങ്ങൾ ആണ് എങ്കിൽ പോലും കൃത്യമായ രേഖകളടക്കം അദ്ദേഹം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ശേഷി എന്താണ്? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ സമരത്തിലാണ് മാധു. ഞങ്ങളിപ്പോൾ ഇന്ന് കറണ്ട് ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസ് കേരളം ഒട്ടാകെ ബ്ലോക്ക് തലത്തിലുള്ള സമരമായിരുന്നു. ഞങ്ങൾ KPCC സമരങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. കാരണം ഇത് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ സ്വകാര്യ കമ്പനിക്ക് ഇത് വിറ്റത് മാത്രമല്ല, ഇത് വീണ്ടും കൊടുക്കാൻ പോകുന്നത്, എല്ലാ കരാറും ലംഘിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ പ്രശ്നം. നമ്മൾ തൊട്ടു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തല്ലോ, ദീർഘകാല കരാർ എന്തിനാണ് ഇവർ പിൻവലിച്ചത്? ദീർഘകാല കരാർ, അദാനിയുടെ ദീർഘകാല കരാർ 4 രൂപ 29 പൈസ വരെ യൂണിറ്റിനുണ്ടായിരുന്ന ആ ദീർഘകാല കരാർ UDFന്റെ കാലത്ത് ആര്യാട് മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് എന്തിനാണ് ഈ ഗവൺമെന്റ് പിന്മാറിയെന്ന് ഈ നിമിഷം വരെ ഉത്തരം നൽകാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 10 മുതൽ 12 രൂപ വരെ യൂണിറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ദീർഘകാല കരാർ ഉപേക്ഷിച്ച അതേ കമ്പനിക്ക് തന്നെ, അതേ അദാനി കമ്പനിക്ക് തന്നെ, അദാനിയും ജിൻഡാലും പോലെയുള്ള കമ്പനികൾക്ക്, സ്വകാര്യ കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി 2000 കോടി രൂപയുടെ കൊള്ള ലാഭമാണ് ഈ കമ്പനികൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൊള്ള ലാഭം ഈ സ്വകാര്യ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണ ജനം കറണ്ട് ചാർജ് കൊടുക്കാൻ കഴിയാതെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ വർദ്ധിപ്പിച്ച അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഈ 16 പൈസ എന്ന് പറയുന്നത് അതൊരു വലിയ കൊടും ചതിയാണ്. ഇനിയും അത് മെയ് മാസത്തിൽ കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കൂടലെല്ലാം
ഇതെല്ലാം കഴിഞ്ഞാൽ 250 യൂണിറ്റിന് ഏതാണ്ട് 100 രൂപ വരെ കൂടുതലായിട്ട് സാധാരണക്കാരൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ കേരളത്തിലെ സാധാരണക്കാരന് കറണ്ട് ചാർജ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കാർബോറാണ്ടം പോലെയുള്ള കമ്പനികൾക്ക്, അതായത് നമ്മുടെ KSEBക്ക് കിട്ടേണ്ട കരണ്ട് കൊള്ള ലാഭത്തിന് പുറത്ത് മറിച്ചു വിറ്റ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശം മാസ്റ്റർ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കന്മാരും വ്യവസായ മന്ത്രിയും അവരുടെ ഏജന്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.